മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. 2 നക്ഷത്രങ്ങളടങ്ങിയ ഗണമാണ് ഉത്രം. ജപമണിയാണ് ചിഹ്നം. മൃഗം ഒട്ടകം, വൃക്ഷം ഇത്തി. മനുഷ്യഗണമാണ്. പുരുഷയോനിയാണ്. പക്ഷി കാക്ക, ഭൂതം അഗ്നി, ദേവത ഭഗൻ. അഭിമാനികളായ ഇക്കൂട്ടർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. 2026 വിഷുവർഷം ഉത്തര നക്ഷത്ര ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. നല്ല രീതിയിൽ നേതൃപാടവമുള്ളവരാണ്. കുടുംബം നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കും. സാമ്പത്തിക ഭദ്രത ഈ കരങ്ങളിലായിരിക്കും. തൻ്റേടികളായിരിക്കും. നമ്മുടെ സാമർത്ഥ്യം നമുക്ക് 2 രീതിയിൽ വിനിയോഗിക്കാം. നന്മയുടെ രൂപത്തിലും തിന്മയുടെ രൂപത്തിലും. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന മേഖലകളിലെല്ലാം വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വർഷാന്ത്യത്തിൽ ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും വിജയം കൈവരിക്കുന്നതാണ്. പിന്നീട് എല്ലാ കാര്യവും അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകും എന്ന് വിചാരിക്കരുത്. വിചാരിക്കാതെയായിരിക്കും മന്ദഗതി നേരിടുന്നത്. പുതുതായി ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവ ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ തുടങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരം നക്ഷത്ര ജാതർക്ക് 2026 വിഷുവർഷം ഗുണദോഷ സമ്മിശ്രമായ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിലും ഗുണഫലങ്ങളാണ് കൂടുതലായുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുവാൻ അനുകൂലമായ സമയമാണ്. ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും വളരെയധികം നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഇഷ്ടവിഷയത്തിൽ ജോലി ലഭ്യമാവുന്നതാണ്. നിലവിൽ ജോലിയിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നതിന് സാധ്യതയേറെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതം പോകുന്നതാണ്. വളരെ വലിയ സൗഹൃദ വലയം എല്ലാ കാര്യത്തിലും സഹായിക്കാൻ കൂടെയുണ്ടാവുന്നതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ സ്വന്തം കഴിവ് കൊണ്ട് മാറിപ്പോകുന്നതാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർ അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടുന്നത് വഴി അവയെല്ലാം മാറിപ്പോകുന്നതാണ്. ദോഷങ്ങൾ അകലുന്നതിനായി സ്വന്തം നക്ഷത്രത്തിൻ്റെ പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്നതും വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നതും ഉത്തമമാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ഷേത്രദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് ഉത്തമമാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം ശീലമാക്കേണ്ടതാണ്. ഇതര മതസ്ഥർ സ്വന്തം ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.